മുസ്ലിയാക്കന്മാർ ഇരിക്കിൻ, ഇരിക്കിൻ. മുസ്ലിയാക്കന്മാർ ഇരിക്കിൻ. ബഹുമാനപ്പെട്ട മുസ്ലിയാക്കന്മാർ ഇരിക്കിൻ. ബഹുമാനപ്പെട്ട മുസ്ലിയാക്കന്മാർ ഇരിക്കിൻ. ഇരുന്നിട്ട് സംസാരിക്കാം. ഇരിക്കൂ, ഇരിക്കൂ, ഇരിക്കൂ. നാട്ടുകാരെ, നിങ്ങൾ കണ്ടില്ലേ മുസ്ലിയാക്കന്മാരുടെ മര്യാദ? നാട്ടുകാരെ, നിങ്ങൾ കണ്ടില്ലേ മുസ്ലിയാക്കന്മാരുടെ മര്യാദ? നാട്ടുകാരെ, നിങ്ങൾ കണ്ടില്ലേ മുസ്ലിയാക്കന്മാരുടെ മര്യാദ? ഒരു സ്റ്റേജിലേക്ക് കയറി വരിക, സമ്മതമല്ലാതെ, അനുവാദം ചോദിക്കാതെ, കയറണ്ടെന്ന് പറഞ്ഞിട്ട് കയറുക, ഇരിക്കുക. നോക്കി, ഇതാ മര്യാദ? ഇതാണോ മര്യാദ? ജനങ്ങളെ, നാട്ടുകാരെ, നിങ്ങൾ അറിയണം, നമുക്ക് മര്യാദ പഠിപ്പിക്കേണ്ട മുസ്ലിയാക്കന്മാർ, ഉസ്താദുമാർ അനുവാദമില്ലാതെ സ്റ്റേജിലേക്ക് കയറുക. ഒരു വീട്ടിലേക്ക് കയറണമെങ്കിൽ, സ്റ്റേജിലേക്ക് കയറണമെങ്കിൽ അനുവാദം വേണ്ടേ സഹോദരങ്ങളെ? അവരെ ശരിക്കും ഫോട്ടോ എടുക്കി മക്കളെ, അവരെ ശരിക്കും ഫോട്ടോ എടുക്കി. കണ്ടില്ലേ, പ്രസംഗം കഴിഞ്ഞിട്ടില്ല, പരിപാടി കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെയുള്ള മര്യാദയില്ലാത്ത മനുഷ്യന്മാരോടാണോ, ഇങ്ങനെയുള്ള മര്യാദയില്ലാത്ത മനുഷ്യന്മാരോടാണോ നമ്മൾ മതം സംസാരിക്കേണ്ടത്? മര്യാദയില്ലാത്ത മനുഷ്യന്മാരോടാണോ മതത്തെ പറ്റി ചർച്ച നടത്തേണ്ടത്? മര്യാദയില്ലാത്ത മനുഷ്യന്മാരോടാണോ മതത്തെ പറ്റി ചർച്ച നടത്തേണ്ടത്? നാട്ടുകാരെ, നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾ ബഹുമാനിച്ച, നിങ്ങൾ പിറകിൽ നിന്ന് മൗമൂമുകളായി നമസ്കരിച്ച ഈ മഹാന്മാരായ മനുഷ്യന്മാർക്ക് ഒരിഞ്ച് മര്യാദ, ഒരിറ്റ് മര്യാദ, അള്ളാഹു പഠിപ്പിച്ച മര്യാദ, റസൂല് പഠിപ്പിച്ച മര്യാദ, സഹാബത്ത് പഠിപ്പിച്ച മര്യാദ, താബീകൾ പഠിപ്പിച്ച മര്യാദ ഉണ്ടോ? നിങ്ങൾ പറയൂ. നമ്മളെ പ്രവർത്തകന്മാരൊക്കെ നിരിക്കിൻ, എല്ലാവരും ഇരിക്കിൻ. സകല മൊബൈലുകളിലും ആ മുസ്ലിയാക്കന്മാരെ ഫോട്ടോ മുഖമടക്കം പിടിക്കിൻ. ഈ സമൂഹത്തെ മര്യാദ പഠിപ്പിക്കേണ്ട, ഈ നാട്ടിലെ കുട്ടികൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കേണ്ട, പള്ളിയിൽ ഇമാമത്ത് നിൽക്കേണ്ട, മദ്രസയിൽ പഠിപ്പിക്കേണ്ട, നിക്കാഹ് കഴിച്ചു കൊടുക്കേണ്ട ആളുകളുടെ തനിനിറം കണ്ടില്ലേ? സ്റ്റേജിലേക്ക് കയറി വരിക, സമ്മതം ചോദിക്കാതെ, അനുവാദമില്ലാതെ. ഇത് ഈ നാട്ടിലെ ഒരു ചട്ടമ്പി ചെയ്യോ? ഈ നാട്ടിലെ ഹൈന്ദവ സുഹൃത്തുക്കളും ക്രൈസ്തവ സുഹൃത്തുക്കളും പോയിട്ട് ഒരു മനുഷ്യൻ ചെയ്യോ? ഒരു ചട്ടമ്പി ചെയ്യോ? ഇത് മതത്തിന്റെ സ്റ്റേജാ. അള്ളാഹുവിന്റെ ഖുർആൻ ഓതിയാ പറഞ്ഞത്, റസൂലിന്റെ തിരിചര്യ ഓതിയാണ് പറഞ്ഞത്, സഹാബത്തിന്റെ വചനമാണ് ഇവിടെ പറഞ്ഞത്. ഇവിടെ സമസ്ത മുസ്ലിയാക്കന്മാർ പ്രസംഗിച്ചില്ലേ? അവർ വെല്ലുവിളിച്ചു. മുജാഹിദുകൾ ആരെങ്കിലും കയറി ചെന്നോ? ഇല്ല. എന്താണ് കാരണം? ഈ ജാതി മുസ്ലിയാക്കന്മാരാ പ്രസംഗിക്കുന്നത്. ഈ സ്വഭാവമുള്ള, മാനേഴ്സ് അറിയാത്ത, മര്യാദ അറിയാത്ത, സൽസ്വഭാവം എന്തെന്നറിയാത്ത മുസ്ലിയാക്കന്മാരാണ് സ്റ്റേജിൽ പ്രസംഗിക്കുന്നത്. അതുകൊണ്ടാ കയറി ചെല്ലാത്തത്. ഇതാ കണ്ടില്ലേ സ്വഭാവം? അവരെ സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോ നമ്മുടെ പ്രവർത്തകന്മാരെല്ലാരും ഇരിക്കണം. കലക്കാൻ വേണ്ടി വരുന്ന മുസ്ലിയാക്കന്മാരെ സ്വഭാവം ഇതാ. ചോദിക്കാൻ വരുന്ന മനുഷ്യന്മാരെ സ്വഭാവം ചോദ്യം ചോദിക്കലായിരിക്കും. അപ്പോൾ മുസ്ലിയാക്കന്മാരുടെ കൂടെ നടക്കുന്ന ആളുകളും ശ്രദ്ധിക്കുക. കൂടെ നടക്കുന്ന ചങ്ങാതിമാർ മുസ്ലിയാക്കന്മാർക്ക് മര്യാദ പറഞ്ഞു കൊടുക്കുക, അടക്കിയിരുത്തുക, മര്യാദ പഠിപ്പിക്കുക. നാട്ടുകാർ മുസ്ലിയാക്കന്മാർക്ക് മര്യാദ പഠിപ്പിച്ചു കൊടുക്കും. എങ്ങനെയാണ് ഒരു സ്റ്റേജിലേക്ക് വരേണ്ടത്, എങ്ങനെയാണ് ഒരു. അപ്പൊ നമ്മളെ പരിപാടി ആരംഭിക്കുകയാണ്. എല്ലാവരും ഒന്നും മിണ്ടാതിരിക്കണം. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വസയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا
يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഹാഫിൾ 163 പ്രാർത്ഥനകളുണ്ട്. എല്ലാം പടച്ചവനോട് മാത്രമാണ്. പടച്ചവനല്ലാത്ത ആരോടുമുള്ള ഒരൊറ്റ പ്രാർത്ഥനയും സംസ്കാരമില്ലാത്ത മനുഷ്യന്മാർ കൂകി വിളിക്കും, മര്യാദയില്ലാത്ത മനുഷ്യന്മാർ കൂകി വിളിക്കും. സഹോദരങ്ങളെ, നമ്മൾ അത് പരിഗണിക്കേണ്ടതില്ല. വയറ് നിറഞ്ഞാൽ ആരുടെ സ്വഭാവമാണ് കൂക്കുക എന്ന് നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങൾ ചിന്തിക്കുക, നാട്ടുകാരെ നിങ്ങൾ ചിന്തിക്കുക, ആരാണ് കൂവുന്നത്, എന്തിനാണ് കൂവുന്നത്? ഖുർആനും സുന്നത്തും പ്രചരിപ്പിച്ച പടച്ചതമ്പുരാന്റെ വചനം ഓതിത്തന്ന, പ്രവാചക വചനം ഓതിത്തന്ന ആളെ വിളിച്ചു കൂവുക എന്നത് ആരുടെ സംസ്കാരമാണ് മക്കളെ? അപ്പോ നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം ഖുർആനിലേക്കും തിരുസുന്നത്തിലേക്കും മടങ്ങി വരലാണ്. ഖുർആനിൽ 163 പ്രാർത്ഥനകളുണ്ട്. അള്ളാഹുവോട് മാത്രമാണ്. ആരാണ് അള്ളാഹു? ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ബൗദ്ധനെയും ജൂതനെയും ജൈനനെയും ഈശ്വര വിശ്വാസിയെയും എല്ലാം പടച്ച സൃഷ്ടാവ്, ഏകനായ സൃഷ്ടാവ്. അറബ് നാടുകളിൽ അറബ് ഭാഷയിൽ ഇറങ്ങുന്ന ബൈബിളിൽ ദൈവത്തിന്റെ പേര് അള്ളാഹു എന്നാണ്. ക്രൈസ്തവർ അറബി ഭാഷയിൽ എഴുതിയ ബൈബിളിൽ ദൈവത്തിന്റെ പേര് അള്ളാഹു എന്നാണ്. ഹൈന്ദവ സഹോദരങ്ങൾ അറബി ഭാഷയിൽ എഴുതിയ നോട്ടീസിൽ ദൈവത്തിന്റെ പേര് അള്ളാഹു എന്നാണ്. അതെ, അള്ളാഹു മുസ്ലിങ്ങളുടെ ദൈവമല്ല. ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ബൗദ്ധനെയും ജൂതനെയും ജൈനനെയും ഈശ്വര വിശ്വാസികളെയും നിരീശ്വരവാദികളെയും എല്ലാം പടച്ച സൃഷ്ടാവ്. ആ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കണം, അവനോട് മാത്രം പ്രാർത്ഥിക്കണം, അവനോട് മാത്രം ദുആയിരക്കണം എന്ന ആശയമാണ് ഖുർആൻ പഠിപ്പിച്ചത്. ഖുർആനാണ് മഹാത്മാക്കളെ പരിചയപ്പെടുത്തി തന്നത്. 25 നബിമാരുടെ പേര് പറഞ്ഞത് ഖുർആനാണ്. 1.25 ലക്ഷം പ്രവാചകന്മാരെ അയച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഒരൊറ്റ പ്രാർത്ഥന പോലും അല്ലാഹു അല്ലാത്തവരോടില്ല, അല്ലാഹുവോട് മാത്രം. നമ്മുടെ സമസ്ത സഹോദരങ്ങൾ മൊഹീദ്ദീൻ ശൈഖ്, റിഫായി ശൈഖ്, മമ്പറന്നങ്ങള്, പുത്തമ്പള്ളി വലിയ, നാഗൂർ, അജ്മീർ, ആർവാടി, ഔലിയാ എന്നിവരോടൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോട് പ്രാർത്ഥിച്ചു? അള്ളാഹുവോട് പ്രാർത്ഥിച്ചു. പിന്നെ ആരോട് പ്രാർത്ഥിച്ചു? ആരോടും പ്രാർത്ഥിച്ചില്ല. സമസ്തയോ? അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കുന്നവന്റെ പേരെന്താ സമസ്തയുടെ കണ്ണിൽ? നിങ്ങൾ ചിന്തിക്കൂ. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പ്രാർത്ഥിച്ചവൻ ക്രിസ്ത്യാനി. മൊഹീദ്ദീൻ ശൈഖിനോട് പ്രാർത്ഥിച്ചാലോ സുന്നി. മറിയം ബീവിയോട് പ്രാർത്ഥിച്ചാൽ ക്രിസ്ത്യാനി. മനമ്പത്ത് ബീവിയോട് പ്രാർത്ഥിച്ചാലോ സുന്നി. ഇതാണോ ഇസ്ലാം പഠിപ്പിച്ചത്? അല്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച മഹാനായ നബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണക്കാരനല്ല. അതുകൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം ഇന്ന് 1000-ലധികം പള്ളികളിൽ ഇശാ നമസ്കരിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തനുസരിച്ചായത്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണക്കാരനല്ലാത്തത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പോലെ നമ്മൾ നമസ്കരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒതുവെടുക്കുമ്പോൾ തല തടവിയത് മുഴുവനായിട്ടാണ്. മുസ്ലിയാക്കന്മാരും ജനങ്ങളും എങ്ങനെയാ തല തടവുന്നത്? അല്പമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ എന്താണ്? 10 കിതാബിൽ 17-ാമത്തെയും 86-ാമത്തെയും 100-ാമത്തെയും പേജിൽ പറയുന്നു തല മുഴുവൻ തടവുക. ഫത്ഹുൽ മുഈൻ 37-ാമത്തെ പേജിൽ പറയുന്നു തല മുഴുവൻ തടവുക. ഉംദയിൽ 5-ാമത്തെ പേജിൽ പറയുന്നു തലയുടെ മുൻഭാഗം കൊണ്ട് ആരംഭിച്ച് പെരടി വരെ കൊണ്ടുപോയി തിരിച്ചിങ്ങോട്ട് തന്നെ കൊണ്ടുവരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ കൈകെട്ടിയത് എവിടെയാണ്? അഹ്മദ്, അബൂദാവൂദ് തുടങ്ങിയ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം നെഞ്ഞത്താണ്. നബി സല്ലല്ലാഹു